ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡ്രോ ഡ്രോ എ സ്പിയർ ഓഫ് dia 60 mm resting on a frustum of a square pyramid of top side 20 mm 30 വയ്ക്കും, top side 30 mm, height 60 mm and bottom side 50 mm. അപ്പൊ ഇങ്ങനെയാണ് ഫ്രസ്റ്റം എന്നുള്ളത്, ഇങ്ങനെയാണ് ഫ്രസ്റ്റം എന്നുള്ളത്, ഇങ്ങനെയാണ്. ഒരു ഫ്രസ്റ്റത്തിന്റെ മുകളിൽ ഒരു സ്പിയർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഡ്രോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്, പ്രൊജക്ഷൻ ഇടാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ 2D വരും. അപ്പൊ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ബോട്ടം സൈഡ് 50 ആണ്. അപ്പൊ 50 ആകുമ്പോൾ 5 5 5 5. ഓക്കെ, എന്നിട്ട് നേരെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അതേപോലെ അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ സെന്റർ എടുത്ത ശേഷം അവിടെ ഇപ്പടെ 30 ആണ് വേണ്ടത്. അപ്പൊ ഇത് എത്രയാണ്, 50 ആണ്, ഇത് 30 ആണ്. ഓക്കെ, ഹൈറ്റ് എത്രയാണ്, 60 ആണ്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നിന്ന് 15 15 എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. സിമിലർലി ഇവിടെ നിന്ന് നമ്മൾ 15 15 അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടും ഒരു ലൈൻ വരും. അപ്പൊ നമുക്ക് സെന്ററിൽ ഒരു സ്ക്വയർ കിട്ടും അല്ലേ. എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ സെന്ററിൽ വെച്ചിട്ട് സ്ഫിയറിന്റെ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അടുത്ത നമുക്ക് അതിന്റെ ഹൈറ്റ് എടുക്കാം. ഹൈറ്റ് 16 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് 15 15 എടുക്കാം അങ്ങോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ റേഡിയസ് സ്ഫിയർ എടുത്ത് ഇങ്ങനെ വരയ്ക്കും. ഡയമീറ്റർ എത്രയാണ്, 60 ആണ്. ഇനി നമ്മൾ ഇതിൽ 1 2 3 4 കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു. 30 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുന്നു. എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വരയ്ക്കുക. അടുത്ത് എന്ത് ചെയ്യുന്നു, 1. അപ്പൊ ഇത് 1 2 3 4 ആണ്. അടുത്ത എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഹൈറ്റ് എടുക്കും. അപ്പൊ ഇതിന്റെ ഹൈറ്റ് 60 60 60 60. 60 ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ഈ ഒരു പോയിന്റ് വെച്ചിട്ട് 15 15 അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ പാരലായിട്ട് വരയ്ക്കും. സിമിലർലി ഇവിടെ വെച്ചിട്ട് 15 15 എടുക്കും, പാരലായിട്ട് വരയ്ക്കും. ഇതപ്പോ ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ, 4 പോയിന്റ്. ഇതിനിങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക, ഈ ഒരു പോയിന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ, ഇപ്പൊ ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കും, ഇവിടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ സെന്റർ എടുക്കുക, സ്ഫിയർ വരയ്ക്കുക. ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് റേഡിയസ് എടുക്കുക. സോറി, ഇത് ഞാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ല, ഐസോമെട്രിക് വ്യൂ ആണ് പറഞ്ഞിരുന്നത്. പ്രൊജക്ഷൻ സ്കെയിൽ എടുത്തില്ല, അപ്പൊ ഐസോമെട്രിക് വ്യൂ ആയിട്ട് എടുത്താൽ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് 1.22 R എടുത്ത് നമ്മൾ വരച്ചു കൊടുത്തത്. 1.22 R എടുത്ത് വരയ്ക്കുന്നത് നമുക്ക് ആൻസർ കിട്ടും. ഡോട്ടഡ് ഇതായിട്ട് അങ്ങ് വരച്ചാൽ. ഓക്കെ.